ഇപ്പോൾ ടി ബി മിനി അതിജീവിതയുടെ അഭിഭാഷകയുടെ ടി ബി മിനി നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ടി ബി മിനി, അതായത് നിലവിൽ ഇപ്പോൾ നേരത്തെ അതിജീവിതയുടെ ആദ്യ പ്രതികരണം വന്നപ്പോൾ പ്രോസിക്യൂഷന് കോടതി ശത്രുതാപരമായിട്ടുള്ള അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ അതിജീവിതയുടെ ആ പോസ്റ്റിൽ വ്യക്തമായതാണ്. ഇപ്പോഴിതാ മഞ്ജു വാര്യർ ഇതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞ മഞ്ജുവിന്റെ പോസ്റ്റിൽ മഞ്ജു പറയുന്ന ഒരു വരിയുണ്ട്. ആരാണോ ആസൂത്രകർ അവർ ഇപ്പോഴും പകൽ വെളിച്ചത്തിലുണ്ടെന്നുള്ള ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യത്തെ പറ്റി. ഹലോ, അതായത് ഈ കേരളം ബിഗ് സല്യൂട്ട് കൊടുക്കണം ഈ രണ്ട് സ്ത്രീകൾക്കും കേരളം ബിഗ് സല്യൂട്ട് കൊടുക്കണം. എത്രമാത്രം അവർ അപമാനിച്ച വനിതാ ജഡ്ജി എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും സ്ത്രീകളെ മനസ്സിലാക്കുമെന്ന് കരുതി ഒരു ജഡ്ജി ഒരു തരി പോലും ഒരു വനിതയെ മനസ്സിലാക്കിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഹൂളിഗാൻസ് എല്ലാം ഇത്ര 250 സൈബർ ഇടങ്ങൾ വെച്ച് മഞ്ജു വാര്യരെയും അതിജീവിതയെയും എന്നെയും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും ഒരു തരിമ്പ് പോലും കുലുങ്ങാതെ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഈ ക്രിമിനൽ സംഘത്തിനെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ അതിജീവിത പറഞ്ഞത് 100% ശരിയാണ്. 100%. എന്നെ ചേച്ചി എന്നാണ് വിളിച്ചേക്കുന്നത്, മാഡം എന്നല്ല വിളിച്ചത്, ചേച്ചി എന്നാണ് വിളിച്ചത്. ഞാൻ ഇന്നലെ മുതൽ വക്കാലത്തുള്ള വക്കീലല്ല, ഇനി മുതലാണ് ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ഈ പറഞ്ഞ ഹൂളിഗാൻസ് അറിയാൻ പോകുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ജനമനസാക്ഷി മുഴുവൻ ഈ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മളുടെ മക്കൾക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. ഈ രണ്ട് സ്ത്രീകൾ അവരെത്ര ബോൾഡായിട്ടാണ് നിൽക്കുന്നത്, എന്തൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലഡു വിതരണം അതൊക്കെ അവരെ സന്തോഷങ്ങൾ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് ആർക്കും അതിരുന്നില്ല. എനിക്ക് ദിലീപിനോടല്ല, എനിക്ക് ആ കുട്ടിക്ക് നീതി നിഷേധിച്ച ജുഡീഷ്യൽ സംവിധാനത്തിനോടാണ്. ഈ പറഞ്ഞ ജില്ലാ ജഡ്ജിനോട് മാത്രമല്ല, എത്രയെത്ര പെറ്റീഷൻസ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ട് പുരുഷാധിപത്യത്തിന്റെ മേലെ കയറി ഇരുന്നിട്ട് ഒരാഴ്ച പോലും ആ കുട്ടികൾക്ക് നീതി കൊടുക്കാനായിട്ടുള്ള തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. തീരുമാനത്തിലെത്താൻ കഴിയണ്ടേ? എത്ര വർഷങ്ങൾക്ക് മുന്നുള്ള പരാതിയിൽ എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടില്ലല്ലോ.